വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളുണ്ട് ഇന്ന് വയനാട് റിസോർട്ടിലുണ്ടെന്ന്. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ കാലത്ത് എണിച്ചല്ലെങ്കിൽ ഒരു 8-9 മണിയായി. അപ്പോൾ ആസിപ്പോ വാ പുറത്ത് വാ. ഇതാ ഗൈസ് ആസിപ്പ് തരണ്ടേ. ഇവിടെ ആസിപ്പിൻ്റെ റൂം നൂറായിട്ട് എടുത്തോ. അത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ. ഞാൻ ഇന്നലെ ജസ്റ്റ് കാണിച്ച് ഞാൻ ഇതിൽ വരുന്നത്. ഗായ്സ് നമ്മളെ ബാൽക്കണിയാണ് ഗൈസ്. ഇത് വണ്ടർഫുൾ. അവിടെ ഒരു ഇതുണ്ട്, ഒരു കൂന വന്ന പോലെ അങ്ങനത്തെ ഒരു മല ഇങ്ങനെ ക്രോസിലുള്ളത്. മൊത്തം അത് മഞ്ഞിൽ കാണുന്നില്ല. അതാണ് അടുത്ത ആംബിയൻസ് ഗൈസ്. എത്തിയിരിക്കുന്നു. ആസിക്കൻ്റെ റൂം അതാ വാടാ. ഫുഡ് കഴിച്ചിട്ട് വരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നു. ഫുഡ് കഴിക്കട്ടെ. സ്ഥലമാണ് മോളെ ഇവിടെ. ഫുഡുള്ള ഇവിടെ കഴിക്കുന്നത്. ബലി പുള്ളേ ഷംസിനാണ് കണ്ടിട്ടാലോ. ചക്കൻ വന്നേ. ചേനക്കാരനാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് സെറ്റ് ഫുഡ്. പുട്ട്, ദോശ, 2-3 തരം കറിയുണ്ട്, മുട്ട ഉണ്ട്. മോശം എന്ത് തോന്നുന്നു? മോശം എന്താ കൊടുത്തിനെ? അല്ല തോന്നുന്നു നല്ല ടേസ്റ്റ് ഇട്ടത്. ഇത് ഇവിടെ ഒന്നും ജീവിക്കേണ്ട ആളല്ലോ. അതിന് നമ്മ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മ ഇപ്പൊ നേരെ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ് ഗൈസ്. അവിടെ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ തിരിച്ചുപോക്ക്. അപ്പോ അവിടുന്ന് എങ്ങനെ കോഴിക്കോട് പോയി പോകുന്നല്ലേ? കോഴിക്കോട് വഴി ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സ്ഥലം എടുത്ത്. അപ്പോൾ അതിൻ്റെ മെയിൻ നമുക്ക് പറയാനുള്ള ഈ റിസോർട്ടിൻ്റെ മെയിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫാമിലിക്കായിട്ട് മെയിൻ ഫാമിലി ഇങ്ങനെ കൂട്ടായ്മയായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്നിച്ചിട്ട് വന്നിട്ട് നല്ലൊരു പ്രൈവസി ബെസ്റ്റ് ഓപ്ഷൻ ഇത്. പിന്നെ എന്തെങ്കിലും ഒരു സമാധാനം, ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് നിൽക്കാം. ഒരു റഷും കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ റൂമെല്ലാം നല്ല വലുത്. നമ്മൾ ഇതുവരെ റിസോർട്ട് ഏറ്റവും നല്ല വലുത്, നല്ല സൗകര്യമെല്ലാം ഉണ്ട്. കഴിക്കാനും അത് ഉള്ളിൽ തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട്, നല്ല സൗകര്യമുണ്ട്, നല്ല സ്ഥലമുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷന്. പിന്നെ എന്തല്ലെങ്കിൽ മെയിൻ റോട്ടിൽ നിന്ന് ആകെ 1 കിലോമീറ്റർ തന്നെ അടുത്തേക്കുള്ള. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് സെറ്റ്. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ കുറേ നമുക്ക് വിസിറ്റ് ആക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കുരിശുമല ആണെങ്കിലും അതെല്ലാം ഫേമസ് ആയ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തേക്കെല്ലാം സന്ദർശിക്കുന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് വിസിറ്റ് ആക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു റിസോർട്ട്. കേസ് അതല്ലാതെ പൂളും പിന്നെ കിഡ്സിന് കുട്ടികളെ കളിക്കാനുള്ള സെറ്റപ്പ് പ്ലേ ഗ്രൗണ്ട് വാങ്ങി നമ്മൊരു ഫ്രണ്ടിന് വെയിറ്റ് ആക്കാന്നല്ല. അവന് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു അവർക്ക്. അവനെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോന്നപ്പോൾ നല്ല സുഖം ഇവിടുന്നല്ല. വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് അയക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടാക്കുക, സന്ദർശിക്കുക, സഹകരിക്കുക. അപ്പോൾ നമ്മൾ ചങ്ങായി വന്ന കേസിന് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ട് നേരെ വിടുന്നു. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നിട്ടുണ്ട്. വണ്ടി കൽപ്പറ്റയിലേക്കാണ് ഗൈസ്. നമ്മൾ ചിപ്സ് വെക്കുന്നുണ്ട്. ചിപ്സ് കാണാ പുള്ളേ? ചിപ്സ് അതിനകത്ത് മേടിക്കോ? നിങ്ങൾ ബേക്കറിന്ന് മേങ്ങും. അതിനകത്ത് മേങ്ങാല് അങ്ങനത്തെ ചിപ്സ് മേങ്ങും. വൈത്തിരി പോന്ന റോട്ടിലുണ്ടോ വ്യൂ നോക്കി.
ഒരു വ്യൂ അപ്പേ വ്യൂ പഴമലയാ വാവ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വൈത്തിരി റൂട്ടിലാണ്. വൈത്തിരി പോകുന്ന റൂട്ടിൽ നല്ല അതിവിശാലമായ ഒരു ലേക്കാണ്. നമ്മളിപ്പോൾ റിസോർട്ടിലാണ് വന്നത്. സോ ജസ്റ്റ് ലൈക്ക് ഓക്കെ അപ്പോൾ ഇവിടെ അതിവിശാലമായ സ്ഥലത്ത് വന്നിരിക്കും. നമുക്ക് ജസ്റ്റ് വണ്ടി സൈഡാക്കിയതാണ് ഇത് കണ്ടിട്ട് ഗൈസ്. പുഴകളും തോടുകളും അതിമനോഹരമായ ഈ സ്ഥലത്തിന് നിങ്ങൾ എന്ത് പറയും? വെരി പോയിറാ മതി ഷിൻസിങ് രണ്ടാളവിടെ നിന്ന് രണ്ടാള് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് നിൽക്കുക. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്ക്, കണ്ണോട് കണ്ണ് നോക്ക്. ഈ പുഴയുടെ തീരത്ത് അവർ രണ്ടുപേരും കിന്നരിക്കുകയാണ് ഗൈസ്. ഈ അതിമനോഹരമായ സ്ഥലത്തിരുന്ന് അവർ കണ്ണോട് കണ്ണ് നോക്കുകയാണ്. ഏതേലും പറഞ്ഞ ഏത് ചാനല്? ഗൈസ് അപ്പോൾ നമ്മുടെ വൈത്തിരി പാർക്കിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് ജീപ്പില് പാർക്കിന്റെ ഉള്ളിലേക്ക് പോകാമല്ലോ. നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഗൈസ്. ഈ ജീപ്പിലാണ് പോകുന്നത്. ഒരു കയറിന് ബാ ബരി കയറി. ഞാൻ കയറുന്ന അപ്പൊ ഈ ഫ്രണ്ടിൽ കയറിക്കോ. വണ്ടി ഒരു കാറും പോകുന്നില്ല. ജീപ്പുണ്ട് വൈത്തിരി പാർക്കുണ്ട്. കേട്ടം കയറാനുള്ള സെറ്റപ്പ് ഇവിടെ മേഘയുടെ വണ്ടി കുറച്ച് മുന്നോട്ടായത്. നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൂട്ടി പോകാം. അല്ല അത് ആ ഡ്രസ് തന്നെ മതി. അതിനെന്നെ കൊണ്ടുവന്നാൽ മതി. വൈത്തിരി പാർക്കിന്റെ അടുത്തേക്ക് വന്ന ഇവിടെ താനായി. ഇവിടെ കുറച്ച് ഇവിടെ എന്താ സംഭവം എന്താ പറയുക കേസ്. ഞമ്മ ഇന്നില്ലേ, ഞമ്മ ഇന്ന് നേരെ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ഇപ്പോൾ ടൈമില്ല. ഈ പാർക്ക് എന്നല്ലെങ്കിൽ വാട്ടർ പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അഡ്വഞ്ചർ പാർക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സത്യമാണ് അറിയുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു സിമ്പിൾ പാർക്കായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ജസ്റ്റ് ഇവിടെ പുറത്തന്നെ കണ്ടിട്ടില്ല, നേരെ റിട്ടും പോന്ന്. അതിൻ്റെ ഉള്ളൊക്കെ കയറുന്നില്ല. നമ്മളെ വ്ളോഗിൽ ഇന്ന് ഒരു പുതിയൊരു അതിഥിയുണ്ട്. വ്ളോഗിൽ ഉമ്മണ്ട്. നിങ്ങന്നെ അമാലിഷു നിങ്ങ ഉമ്മ പുതിയൊരു അതിഥിയല്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പോകുന്നത്. ഇവിടെ ഫുള്ള് വാട്ടർ പാർക്കും അമ്യൂസ്മെന്റ് പാർക്ക്, അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ അഡ്വഞ്ചർ ആക്കുന്നുണ്ട് നൂരിച്ച് കടന്നിട്ട്. അപ്പൊ നമുക്ക് ടൈമില്ല ഗൈസ്. ഇവിടുന്ന് വിടുന്നു നല്ല പോയിരുന്നു. നമ്മൂടെ വന്നിട്ടാകുമ്പോ നല്ലൊരു പാർക്ക് കണ്ടിട്ടാകും ഇതെല്ലാം എല്ലാം മാറ്റം ഉണ്ടാവും. ഈ സംഭവമല്ലോ പണ്ട് രാജാക്കന്മാർ ഈ ചിത്രങ്ങളെല്ലാം നോക്കും ഗൈസ്. പാർക്ക് കണ്ടിട്ടാകും. പാർക്കിന്റെ പുറത്ത് തന്നെ അതിമനോഹരമാണ് ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളൊരു ഫ്രീ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും. വൈത്തിരി പാർക്ക് ഔട്ട്സൈഡ് ഈസ് രാജാക്കന്മാർ കളിച്ചിട്ടുണ്ടാക്കിയ സ്ഥലമാണ്. രാജാക്കന്മാരല്ല പണിക്കാറ് പാപ്പോ ഈ സ്ഥലമെല്ലാം ഉണ്ടാക്കിയത്. ഇതാ നമ്മളെ കേരളത്തിന്റെ തനിത് ഇതായ കഥകളിയുടെ തെയ്യല്ല കഥകളി. വൈത്തിരി പാർക്ക് വയനാട് തട്ടക്കട. നോക്കാം അതെന്തെങ്കിലും വരി
ബാബുടെ വാ ഗൈസ്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് വന്നവാ. എൻ്റെ പേരെന്താ സിപ്പോ? ഫാസ കിച്ചൻ. വയനാടൻ നാടൻ തട്ടുകടാണ് കഴിച്ചത്. ആസിപ്പ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഫുള്ള് എടുക്കലാക്കി എന്താക്കിയേ ഷട്ടിക്കന്നെ പോണേന്ന് തോന്നുന്നു. നല്ല ഉണ്ട് ഗൈസ്, നല്ല ഫുഡാ, നല്ല നാടൻ ഫുഡ് സെറ്റ്. നാടൻ ഫുഡാണ്ടില്ല. ഷിംസി കഴിച്ചിട്ടാ. ഷിംസിക്ക് നാടനല്ലല്ലോ വേണ്ടത്. കഞ്ഞി നാടൻ തനി നാടൻ നീ വേണ്ടതിക്ക്. നാടനല്ല വേണ്ട. എല്ലാം മറന്നോ നീ എന്നകന്നോ എന്നെ വെറുത്തോ കഹനാ മേരെ സജനാ നീ എന്നകന്നോ എന്നെ വെറുത്തോ കഹനാ മേരെ സജനാ ലൈലാ ലൈലാ മേരെ പ്യാർ കിയാ മറന്നോ നീ എന്നകന്നോ. ഗൈസ് അപ്പൊ നമ്മതാ എന്തായാലും റിട്ടേൺ പോയിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ എത്തിയാ. ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് സൈഡാണ് പാലമ്പലത് നമ്മൾ പോകുന്ന കേസ് ഒന്ന്. ഞാൻ ആസുഖിനെ പൊളിട്ടെല്ലാം കാണിച്ചു. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നാട്ടിലൊക്കെ തന്നെ പോകാനിരിക്കുന്ന കേസ്. നൂഡിൽസില് ഫുഡ് കഴിച്ചിട്ട് കൊണ്ടുവന്ന കേസ്. നൂഡിൽസ് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ 2 പൊറോട്ടവും ചിക്കൻ ചില്ലി കഴിച്ചു. 3 മണിക്കൂറുണ്ട് കേസ് നാട്ടിലേക്ക്. ആസിഫിന് തലവേദന കേസ്. When we are going trip, he is always having his headache. Guys, അത് തിന്നുന്നില്ല. ഓള് ബായ് തുറക്കുന്നേ ഇല്ല. അപ്പൊ ഇത് അത് തുറക്കുമ്പോ ബായ് പോ നിൽക്കുമ്പോ ഇതൊക്കെ വെക്കണോ? മറ്റത് കേട്ടേ. നിക്ക് ഞാൻ ചിക്കൻ 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 വീഡിയോ करना प्लान कड़ी वर्ची ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആക്കാം. ബൈ ബൈ.